പലാവൂർ പെട്ടിക്കൽ ഭഗവതി ക്ഷേത്രത്തിന് ഇനി പുതിയ വെളിച്ചപ്പാട്. 93-ാം വയസ്സിൽ നാരായണൻ വെളിച്ചപ്പാട് മരണമടഞ്ഞു. നാരായണൻ വെളിച്ചപ്പാടിന്റെ മൂത്ത മകൻ ഹരിയാണ് പുതിയ വെളിച്ചപ്പാടായി സ്ഥാനമേറ്റെടുത്തത്. മരിച്ച വെളിച്ചപ്പാടിന്റെ മൃതശരീരം അമ്പലത്തിൽ വെച്ച ശേഷം ഹരി ഉറഞ്ഞതോടെയാണ് സ്ഥാനം കൈമാറിയത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രത്തിലെ പരമ്പരാഗത വിശ്വാസപ്രകാരമാണ് സ്ഥാന കൈമാറ്റം നടന്നത്. കൊടുങ്ങല്ലൂർ ദേവി സന്നിഹിതയായി ഭസ്മപ്പെട്ടി പ്രത്യക്ഷപ്പെട്ടതോടെയാണ് ക്ഷേത്രത്തിന് ഈ പേര് വന്നതെന്ന് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടവർ പറഞ്ഞു. ഇവിടുന്നാണ് എൻ്റെ ജന്മം. മക്കളൊന്നുമില്ലാതെ അന്ന് പൊന്നുത്തമ്പാട്ടി ഇപ്പം മരിച്ച തമ്പാട്ടിയപ്പൻ്റെ അപ്പനുള്ള കാലത്ത് ഒരുപാട് സ്ഥലത്തൊക്കെ പോയി. ഞങ്ങളുടെ പൂർവികമായിട്ടുള്ള അടിമ സ്ഥലമാണ്. മുത്തച്ഛന്മാരാണ് ഈ പെങ്കളി വട്ടം എന്നുള്ളൊരു പാട്ട് പാടിയത്. പിന്നെ അച്ഛനായി. അത് കഴിഞ്ഞപ്പോൾ ഞാനാണ്. ഈ ചിലപ്പതികാരത്തിൽ പറയുന്ന പാണ്ഡ്യ നാട്ടിൽ പോയി പടവൃത്തി പാണ്ഡ്യ നാട് മുഴുവൻ മുടിച്ച് ഭഗവതി വരുന്ന സമയത്ത് വയസ്സായ ഒരമ്മയുടെ രൂപത്തിൽ ഇവിടെ വന്ന് ഇരുന്നു ക്ഷീണം മാറാൻ. അന്ന് ഇവിടെ ഈ പാടത്ത് പണി പനകയറ്റം ഇങ്ങനെയൊക്കെയുള്ള കാലം. അപ്പോൾ മക്കളെ ഞാനൊന്ന് ഇവിടെ ഇരിക്കട്ടെ ഇരിക്കും പറഞ്ഞു. അപ്പോൾ നല്ല ചന്ദനക്കുറിയും വയസ്സായൊരമ്മ വേഷ്ടിയൊക്കെ ആയിട്ട് അവിടെ ഇരുന്നു. അപ്പോൾ വെള്ളം വേണം പറഞ്ഞപ്പോൾ ഇളനീര് ഇട്ട് കൊടുത്തു. അത് കഴിച്ചു കുറച്ച് നേരം കഴിഞ്ഞ് ഇവരൊക്കെ പണിക്കുമൊക്കെ പോകുമ്പോൾ അവിടെ കിടന്നു. കുറച്ച് നേരം കഴിയുമ്പോൾ ആളെ കാണാനില്ല, ഒരു ഭസ്മപ്പെട്ടി മാത്രമുണ്ട്. അപ്പോൾ രാവിലെ നേരത്തെ ഈ തറവാട്ടിലെ കാരണവർ അപ്പുറത്തൊരു കുളമുണ്ട്, റോട്ടിൻ്റെ അപ്പുറത്ത്. അവിടെ കുളിക്കാൻ പോയ സമയത്ത് അവിടെ നിന്ന് നിശോകത്തോടു കൂടി വന്നു. ഇവിടെ വന്നിട്ട് ഞാൻ ഇന്ന ആളാണ്, എൻ്റെ മക്കൾ എന്നെ വേണ്ട പോലെ മനസ്സിൽ കണ്ട് വന്നിച്ച് പെരുമാറുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ എന്നും കൂടെ ഉണ്ടാവും. അന്ന് തുടങ്ങിയതാണ് വെളിച്ചപ്പാടും അമ്പലം. അപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഐതിഹ്യത്തിൽ എപ്പോഴും വെളിച്ചപ്പാടുള്ളൊരു സ്ഥലം, ഏതു നേരത്തും കൽപ്പന ഇതൊക്കെയാണ്. ഇനി തമ്പാട്ടി എപ്പോഴാണ് പറയുന്നത് വെച്ചാൽ ആ ഏഴുവട്ടം കളിയോ തോട്ടംപാട്ടം നടക്കുമ്പോഴായിരിക്കും പെട്ടെന്നായിരിക്കും തറയിലേക്ക് കയറിയിരിക്കുക. അല്ലാതെ സ്വന്തമായി ഇപ്പം നില ചുവട്ടിൽ ഓലപ്പായി വിരിച്ച് അതിന് മുകളിൽ മാൻതോലിട്ട് ഇരുന്നിട്ടാണ് കൽപ്പന. ഇനി തമ്പാട്ടി പറയുമ്പോഴേ ഉത്തരവോട് കൂടിയിട്ട് ആ നിശോകത്തിൽ മുകളിൽ കയറിയിരിക്കണം ധർമ്മത്തറയിൽ. ഞായർ, ചൊവ്വ, വെള്ളി ദിവസങ്ങളിലാണ് ഇവിടെ പൂജകൾ. കൊടുങ്ങല്ലൂരിന്റെ നേർപാതിയെന്നാണ് പല്ലാവൂർ പെട്ടിക്കൽ ക്ഷേത്രത്തിന്റെ അപരനാമം. മരിച്ചു കഴിഞ്ഞാൽ അടുത്ത അവകാശി ഉറഞ്ഞ തുള്ളി വന്നാൽ മാത്രമാണ് അവർ ബോഡി എടുത്ത് മറ്റു ക്രിയകളൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഒരു പ്രത്യേക ഉള്ളതും ഈ പരിസരത്തെ എല്ലാവർക്കും ഒരു സന്തോഷവും സമാധാനവും എല്ലാം തരുന്ന ഒരു ദേവീക്ഷേത്രമാണ് ഈ തളൂർ പെട്ടിക്കൽ ഭഗവതി ക്ഷേത്രം. UTV ന്യൂസ്, പാലക്കാട്.